മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു കരുണയോട് പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, അപ്പം തന്നെ നീ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടും, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് കണ്ണൻ വരികയാണ് കേട്ടോ. കണ്ണനെ കണ്ടതും തന്നെ കരുണ ഓടി പോവുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇവളെ ഇവിടെ കയറ്റരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കരുണ കണ്ണൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ. നീ എന്തിനാണ് എൻ്റെ കാല് പിടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് തെറ്റ് പറ്റി, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തന്നെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളിവിടെ കയറ്റരുത്, ഇവളെ മുത്തശ്ശി പറഞ്ഞു വിട്ടുകാരിക്കും, ഒരു കാരണവശാലും ഇവളെ ഇവിടെ കയറ്റരുത്, ആ കാരണം കൊണ്ടാണ് ഇവളെ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നീ എൻ്റെ കാലിലൊന്നും പിടിക്കണ്ട, എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റിയോ നിന്ന് ഉണ്ണി ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ കൂടെ തന്നെ നിന്നെ ഞാൻ പറഞ്ഞയക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം തെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണിയാണ്. അതുപോലെ ഉണ്ണിക്ക് ഇതുവരെ പൈസ കൊടുത്തിരുന്നതും ബാങ്ക് ബാലൻസും എല്ലാം അവൻ്റെ പേരിലുണ്ട്. ആ പൈസ എല്ലാം എടുത്തിട്ട് ഞാൻ ചികിത്സ ചെയ്യും. അതിനുശേഷം അവൻ നടക്കാറായി കഴിഞ്ഞെങ്കിൽ അവന് വല്ല ജോലിയും ചെയ്യണം, അല്ലാതെ ഇതുവരെ ചെയ്ത പോലെ ഇനി ഞാൻ ചെയ്യില്ല, ഒരു പൈസയും ഞാൻ തരില്ല, അതിന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് നിനക്ക് ഇവിടെ ഈ സൗകര്യത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ ഇരുന്നാൽ മതി എന്നും പറയുന്നുണ്ട്. അതേസമയം കരുണ കാല് പിടിക്കുകയാണ് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഉണ്ണിയേട്ടനാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതേസമയം മഞ്ജു ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഇവളെ ഇവിടെ നിർത്തരുത് കണ്ണേട്ട, ഇനി നൂല് കെട്ട് കഴിഞ്ഞ് മഹിയും ചേച്ചിയും കൊച്ചും ഇവിടെ വരുമ്പോൾ ഇവള് പ്രശ്നം ഉണ്ടാക്കും, ഇവള് ശരിയല്ല, ഇവിടെ ഇരുത്തരുത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൾ ഇത്രയും അവൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇതാക്കണത് എന്ന് പറയുന്നുണ്ടോ. പിന്നീട് ദുർഗ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളെ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ആ ഭക്ഷണത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷം കലർത്തിയിട്ട് എൻ്റെ കണ്ണേട്ടനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ദുർഗ പറയും, നിൻ്റെ മുഖം കാണുന്നതേ എനിക്ക് വെറുപ്പാടി, കീറി പോടി അകത്ത് എന്നിങ്ങനെ പറയും, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാരണമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്, കീറിപ്പോടി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ ദുർഗയോട് പറയാണ്, വേണ്ട അമ്മേ, അവൻ ഉണ്ണിയുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ, അവൻ ചെയ്ത കാര്യത്തിന് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അമ്മ ഒന്നും പറയണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കരുണ ഇങ്ങനെ വരിക, ആഹാ നീ വന്നോ, നീയല്ലേ ഇവിടുന്ന് പോയി, ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ വന്നത്, ആ മുതുക്കിളവി പറഞ്ഞിട്ടുണ്ടാവില്ലേ, അയ്യോ കുഞ്ഞാണ് വയറ്റിലുള്ളത്, ഭർത്താവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണോ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കും. നീ എന്തിനാണ് ഈ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പറയും. ജീവിക്കാനോ, എങ്ങനെ, എന്തായാലും ശരി, എനിക്കിനി ജീവിച്ചല്ലേ പറ്റുള്ളൂ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞാണല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും അടുക്കളപ്പണി ചെയ്തെങ്കിലും ജീവിക്കേണ്ടി വരും, അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ച് ഇനി നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഇവർ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ കാരണം നിങ്ങളുടെ അച്ഛനെ കൊന്നത് ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ ഇപ്പം അതെല്ലാവരും അറിഞ്ഞു, അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. പിന്നെ ഉണ്ണിയേട്ടൻ പൈസ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നഷ്ടപരിഹാരം, അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലത്തെ കംപ്ലീറ്റ് പൈസയും പോയാലും എൻ്റെ മുത്തശ്ശിയുടെ പ്രോപ്പർട്ടിയും കുറച്ച് സ്വർണ്ണങ്ങളും ഉണ്ടാകും, അതെനിക്കുണ്ടാകും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതെന്തായാലും ഉണ്ടാവും, അത് ഉറപ്പായ കാര്യമാണ്, അതെന്തായാലും ചിലവാക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞേ. എന്താണ് എന്നിങ്ങനെ കരുണ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ പറഞ്ഞതാണ്, നീ അഭിനയിക്കാനാണെങ്കിൽ റെഡി, അല്ല നീ ശരിക്കാണ് പറഞ്ഞാൽ നീ കഷ്ടപ്പെടും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം കരുണ പറയുന്നുണ്ട്, എനിക്കേ ഇനി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പുറത്ത് പോയി കുഞ്ഞിനെ വളർത്താൻ പണിയെടുക്കണമല്ലോ, അതിവിടെ അടുക്കള പണിയിൽ ചെയ്താൽ ഇനി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കരുണ പോവുകയാണ് കേട്ടോ. ആകെ മൊത്തം ഉണ്ണിക്കൊരു സംശയമാകുകയാണ് കേട്ടോ, ഇവള് മാറിയോ അമ്മയെ പോലെ തന്നെ എന്നിങ്ങനെ വിചാരിച്ചിട്ട് സംശയിക്കുകയാണ് കേട്ടോ. പിന്നീട് അടുക്കളയിൽ ദുർഗ പണിയെടുക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കരുണ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ, എനിക്ക് അടുക്കളപ്പണിയൊക്കെ അറിയാലോ എന്ന് പറയും. നീ ഒന്നും ചെയ്യണ്ട, നീ ഒരു കറിയോ ഒന്നുപോലും വെച്ച് പോകരുത്, നീ അങ്ങനെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല പച്ചക്കറിയും അരിഞ്ഞാൽ മതി, നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്, കാരണം എന്താണെന്നറിയോ, എൻ്റെ വിശ്വേട്ടനെ കൊന്നത് നിൻ്റെ അച്ഛനാണ്, പിന്നെ നിൻ്റെ മുത്തശ്ശി പലതും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടാക്കിയിട്ടുണ്ടാകും, പക്ഷേ ആ നാടകം ഇവിടെ നീ നടത്തരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ രണ്ടുപേരും ഇറങ്ങുമല്ലോ, അവർ
അവരെ എന്തായാലും മാർക്കോ വെറുതെ വിടില്ല, അവരെ വേണ്ട വിധേന മാർക്കോ ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. അമ്മ എൻ്റെ വയറ്റിലൊരു കുഞ്ഞല്ലേ, എൻ്റെ ഉണ്ണിയേട്ടൻ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ, അതാണ് ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയണം കേട്ടോ. അവൻ ഈ വിഷവാതകം ചെയ്യുമ്പോൾ നിനക്കറിയായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ദുർഗ ചോദിക്കും. അമ്മ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. നിൻ്റെ വർത്തമാനം ഒന്നും നീ കേൾക്കരുത്, നീ ഇവിടെ അടുക്കളയിൽ ഒരു പണിയും ചെയ്യരുത്, നീ ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയണം കേട്ടോ. ദുർഗ റോങ് ആയിട്ടാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ കരുണ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് വാമദേവനും അതുപോലെ പ്രതാപനും ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയതെന്ന് തന്നെ പറയണം. അയ്യോ ഇനിയും ഇവിടേക്ക് വരേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും വരേണ്ടി വരും, ജാമ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരേണ്ടി വരും, എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകും, കണ്ണനെ പൈസ കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അവന് ഈ പൈസയൊന്നും വേണ്ട, ഇഷ്ടം പോലെ പൈസയുണ്ട്, നിൻ്റെ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. പിന്നീട് അവർ പറയുന്നുണ്ട്, നിൻ്റെ മകൾ കാരണമാണ് ഇപ്പം തന്നെ ഈ പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവൻ കേസിനും കൂട്ടത്തിനും ഒന്നും പോവില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം പ്രതാപം പറയുന്നത്, നീ നശിച്ചൊരു കൊട്ടേഷൻ തന്ന കാരണമാണ്, ഇല്ലെങ്കിൽ ഞാൻ സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടാകും എന്ന് പറയണം. പിന്നീട് അവരുടെ ഡ്രൈവർ വന്നിട്ടുണ്ടാവുന്നുണ്ട്, അതിൽ കാറ് കയറി പോവുകയാണ്. അവർ പോകുമ്പോൾ തന്നെ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കോറിയൊക്കെ എങ്ങനെ നടക്കണ്ടോ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് പകുതി വഴിയിൽ മാർക്കോയും ലോപ്പസും കൂടിയിട്ട് വരികയാണ് കേട്ടോ. ലോപ്പസിനെ മാർക്കോയും കണ്ടതും പ്രതാപം പറയും, വണ്ടി കയറ്റടാ പറയും. ആ സമയത്ത് ഡ്രൈവർ പറയും, എനിക്ക് പേടിയാണ് മാർക്കോയെ എന്ന് പറയണം കേട്ടോ. പിന്നീട് ലോപ്പസ് വന്നിട്ട് ഡ്രൈവറെ പറഞ്ഞയക്കണം കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങളെന്താ വിചാരിച്ചത് എന്ന് ചോദിക്കും. മാർക്ക് മോനെ, ഞങ്ങൾ ജയിലിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾക്ക് തീരെ വയ്യ എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങളെന്താ ചെയ്തത്, പിന്നെ കണ്ണൻ സാറിൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നതല്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയും, ഈ നശിച്ചവൻ കൊട്ടേഷൻ തന്ന കാരണമാണ്, അന്ന് കാലത്ത് എനിക്ക് പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് വാങ്ങിയതാണ് എന്ന് പറയും. അങ്ങനെ പൈസ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ പലരെയും കൊല്ലില്ലേ എന്ന് ചോദിക്കുകയും ഒന്നും പറയാൻ പറ്റാതെ ഇരിക്കുകയാണ് കേട്ടോ. മോനെ, നീ ഇടിച്ചതിൻ്റെ വേദനയെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയേണ്ട, ഇല്ല, നിങ്ങൾ ഇടിച്ചതിൻ്റെ എല്ലാം മാറി, ഇനി എന്തായാലും ഞങ്ങൾക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്ന് വാമദേവൻ പറയും. ശിക്ഷ അവിടെയല്ലേ കിട്ടിയുള്ളൂ, എൻ്റെ വക നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലോ, ആ ശിക്ഷ തരണ്ടേ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവർ കൈകൂപ്പി പറയണം, മോനെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്ന്. പിന്നീട് മാർക്കോ അവർ രണ്ടുപേരെയും കാറിനകത്ത് കയറ്റിയിട്ട് ലോപ്പസിനോട് കാറെടുത്ത് പോകാൻ പറയണം കേട്ടോ. പിന്നീട് മാർക്കോ അവരോട് പറയുന്നുണ്ട്, ഇവരെവിടെ കാറ് നിർത്തണോ അവിടെ നിങ്ങൾ ഇറങ്ങോ, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരും, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതുപോലെ ഞാൻ തരാമെന്ന് പറയണം കേട്ടോ. നമ്മുടെ മാർക്കോ അവരെ രണ്ടുപേരെയും ഇഞ്ചി പരുവം പോലെ ആക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.